പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി മനു തോമസിന്റെ കത്ത് പുറത്ത്. ഡിവൈഎഫ്ഐ നേതാവും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജറിനെതിരെ നൽകിയ പരാതിയിൽ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് മനു തോമസ് എഴുതിയ കത്താണ് പുറത്തായത്. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ പ്രവർത്തനങ്ങളുള്ള വ്യക്തികളുമായി ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. ഷാജർ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച് 2002 ഏപ്രിലിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് സൂചിപ്പിച്ചാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്തെഴുതിയത്. എന്നാൽ ഈ കാര്യം സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിഷേധിച്ചിരുന്നു. പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയെന്നാണ് പാർട്ടി നിലപാട്. കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് എന്ന ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ ആരോപണം ഗുരുതരമാണ് എന്ന് ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്. ഇതിനെ വെള്ളപൂശാൻ സിപിഎം ജില്ലാ സെക്രട്ടറി എത്ര തന്നെ ശ്രമിച്ചാലും പൊതുസമൂഹം വിശ്വസിക്കാൻ പോകുന്നില്ല. പാർട്ടി അന്വേഷണത്തിൽ ഒതുങ്ങാതെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കണമെന്നും കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പാർട്ടി അവർക്ക് സംരക്ഷണം നൽകുന്നതെന്നും ഹരിദാസ് ആരോപിച്ചു. കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ മാഫിയ സംഘത്തിന്റെ തലവന്മാരായി സിപിഎം നേതാക്കന്മാർ വാഴുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിപിഎം നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. അത് സിപിഎം നേതാവിന്റെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ. ഇത് കണ്ണൂരിലെ പൊതുസമൂഹം നേരത്തെ പറയുന്നതാണ്. കാരണം ഇത്തരം സംഘങ്ങളെ സഹായിക്കുന്നതും അവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പരിരക്ഷിക്കുന്നതും സിപിഎം നേതാക്കന്മാരാണ് കണ്ണൂരിലെ. അവരെ സംരക്ഷിക്കാൻ കാരണം അവരെയൊക്കെ പല കേസുകളിലും സിപിഎം ഉപയോഗിച്ചിട്ടുണ്ട്.